നോർത്ത് അമേരിക്ക, യൂറോപ്പ് മാർത്തോമ ഭദ്രാസനം ഏറ്റെടുത്തിരിക്കുന്ന നേറ്റീവ് അമേരിക്കൻ മിഷൻ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജൂൺ 4 മുതൽ 8 വരെ ഒക്ലഹോമ ചോട്ടോൺ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കായി നടത്തി വന്നിരുന്ന വെക്കേഷൻ ബൈബിൾ സ്കൂൾ വെള്ളിയാഴ്ച സമാപിച്ചു. ബ്രോക്കൺ ബോ ഫോൾസം ക്യാമ്പിൽ സംഘടിപ്പിച്ച VBSന് ഒക്ലഹോമ, ഹൂസ്റ്റൺ, ഡാലസ് എന്നിവയിലെ മാർത്തോമ ഇടവകയിൽ നിന്നും എത്തിച്ചേർന്ന വോളണ്ടിയർമാർ നേതൃത്വം നൽകി. ബൈബിൾ പഠനം, ആർട്സ്, ക്രാഫ്റ്റ്, ധ്യാന പ്രസംഗം, ആരാധന, ഗ്രൂപ്പ് ചർച്ചകൾ എന്നിവയ്ക്ക് ഷിബി അബ്രഹാം, റവറന്റ് ജോർജ് ജേക്കബ്, റവറന്റ് ഓസി കുര്യൻ, റവറന്റ് സജി തോമസ് എന്നിവർ നേതൃത്വം നൽകി. കേരള ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്കയുടെ 7ാമത് അന്താരാഷ്ട്ര കൺവെൻഷന്റെ ഭാഗമായി നടന്ന പ്രാദേശിക ഹൈന്ദവ കൂട്ടായ്മയും രജിസ്ട്രേഷൻ ശുഭാരംഭവും ന്യൂയോർക്കിൽ വമ്പിച്ച വിജയമായി. പ്രാദേശിക പ്രസിഡന്റുമാരായ നിഷാന്ത് നായർ, ഓമന വാസുദേവൻ, ദേശീയ കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് വിനോദ് KRK തുടങ്ങി സംഘടനയുടെ ഭാരവാഹികൾ ഈ കൂട്ടായ്മയിൽ പങ്കെടുത്തു. അടുത്ത വർഷം ജൂലൈയിൽ ഫ്ലോറിഡയിലെ ഫോർഡ്ലാൻഡയിൽ നടത്താൻ പോകുന്ന കൺവെൻഷനിലേക്ക് അമേരിക്കയിലെ ഹൈന്ദവരുടെ സാന്നിധ്യവും സഹകരണവും പ്രസിഡന്റ് ആനന്ദൻ നിരവേൽ അഭ്യർത്ഥിച്ചു. സാമൂഹ്യ നന്മയ്ക്കായി നിലകൊള്ളുന്ന അമേരിക്കയിലെ ഹൈന്ദവ കൂട്ടായ്മ എല്ലാ കാലവും മാതൃകാപരമായ പ്രവർത്തനവും സേവനവുമാണ് നൽകി വരുന്നതെന്ന് ജനറൽ സെക്രട്ടറി സുരേഷ് നായർ സദസ്സിൽ പ്രസ്താവിച്ചു. ഇന്ത്യൻ അമേരിക്കൻ മലയാളി അസോസിയേഷന്റെ വാർഷിക പൊതുയോഗം ഇക്കഴിഞ്ഞ ദിവസം നടന്നു. ഈ വർഷത്തേക്കുള്ള സംഘടനയുടെ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കുക എന്നതായിരുന്നു ഈ പൊതുയോഗത്തിന്റെ പ്രധാന ലക്ഷ്യം. സംഘടനയുടെ അംഗങ്ങൾ ഉൾപ്പെടെ നിരവധി മലയാളികൾ പങ്കെടുത്ത ഈ യോഗത്തിൽ വെച്ച് സാറ്റൻ ഐലൻഡ് ഇന്ത്യൻ മലയാളി അസോസിയേഷന്റെ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. സംഘടനയുടെ പുതിയ പ്രസിഡന്റായി തോമസ് എം ജോർജിനെയും സെക്രട്ടറിയായി വർഗീസ് ജോസഫിനെയും തെരഞ്ഞെടുത്തു. വൈസ് പ്രസിഡന്റായി സാബു ലൂക്കോസും ജോയിന്റ് സെക്രട്ടറിയായി മാത്യു തോമസും ട്രഷററായി ബോബി കുര്യാക്കോസിനെയും തെരഞ്ഞെടുത്തു. കഴിഞ്ഞ കാലങ്ങളിൽ അമേരിക്കൻ മലയാളി സമൂഹത്തിൽ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചവരെയാണ് സംഘടനയുടെ പുതിയ ഭാരവാഹികളായി തെരഞ്ഞെടുത്തത്. കഴിഞ്ഞ 35 വർഷക്കാലമായി ലോകമെമ്പാടുമുള്ള 33 മില്യൺ ഭക്തജനങ്ങളുടെ ആശാകേന്ദ്രമായി അറിയപ്പെടുന്ന അമൃതാനന്ദമയി ദേവി ജൂൺ 27, 28 തീയതികളിൽ ഡാലസിൽ പൊതുജനങ്ങൾക്ക് ദർശനം നൽകും. ജൂൺ 27, 28 തീയതികളിൽ രാവിലെ 10 മുതൽ വൈകിട്ട് 7 വരെയാണ് അമ്മയുടെ പ്രഭാഷണങ്ങളും ദർശനവും നടക്കുന്നത്. ഫ്രിഡ്സ്കോയിലുള്ള എംബസി സൂട്ടിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. മൾട്ടിമീഡിയ ഗ്രൂപ്പ് ഓഫ് നോർത്ത് അമേരിക്കയുടെ ഉദ്ഘാടനം സുപ്രസിദ്ധ ചലച്ചിത്ര താരം സോന നായർ നിർവഹിച്ചു. മെയ് 31 ന്യൂയോർക്കിലെ ന്യൂ ഹൈഡ് പാർക്കിലുള്ള NPGNAയുടെ ഓഫീസിൽ വെച്ചായിരുന്നു നോർത്ത് അമേരിക്കയിലെ ആദ്യ മൾട്ടിമീഡിയ പ്രൊഫഷണലുകളുടെ സംഘടന ഉദ്ഘാടനം ചെയ്തത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഒബാമയുടെയും ഹിലരിയുടെയും തലയ്ക്ക് വിലയിട്ടുകൊണ്ട് സൊമാലിയൻ ഇസ്ലാമിക ഭീകര സംഘടനയുടെ ശബ്ദ സന്ദേശം പുറത്തുവന്നു. യൂറോപ്യൻ മേഖലയിലെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ കർക്കശ മാർഗങ്ങൾ കൊണ്ടുവരണമെന്ന് ഒബാമ യൂറോപ്യൻ നേതാക്കളോട് ആവശ്യപ്പെട്ടു. പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ ലൈംഗിക ദൃശ്യങ്ങൾ പകർത്തിയ 190 പേരെ അമേരിക്കൻ പോലീസ് അറസ്റ്റ് ചെയ്തു. പനേറ്റിയുടെ പാകിസ്ഥാൻ വിരുദ്ധ പ്രസ്താവന പാക്-US ബന്ധത്തിൽ വിള്ളലുകൾ വീഴ്ത്തുന്നു. ഇന്നത്തെ ഈ വാർത്താ ബുള്ളറ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ ഇമെയിൽ വിലാസം news@mcntelevision.com. ഇന്നത്തെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം. നന്ദി.